രഥയാത്രയിൽ മാത്രം മനുഷ്യന്മാർ കാണാൻ ഇരിക്കുന്ന ഒരു മേരുവാണ്. ഇതിന് മുമ്പ് നിങ്ങളാണ് കാണുന്നത്. മാമാങ്കമാണെന്ന് കുംഭമേളയായിട്ട് ആചരിക്കുന്നതെന്ന് തെറ്റിദ്ധാരണയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന മഹാമാഘമാണ്. ആ സമയത്ത് അവിടെ സ്നാനം ചെയ്താൽ കോടാനുകോടി ജന്മത്തെ പാപങ്ങളില്ലാതാവെന്ന് പറയുന്നത്. പക്ഷെ ആ കുംഭമേളയ്ക്ക് സമം നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേരളത്തിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം. നിങ്ങൾ കാശിയിൽ മാത്രം കാണുന്ന കാശിയിൽ ആരതി, അതൊരു കേരളം കാണാനിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരു കാശിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വലിയൊരു സ്ഥാനമാണ് മഹാമണ്ഡലേശ്വരന് ഉത്തരഭാരതത്തിൽ. അവിടെ മഹാമണ്ഡലേശ്വരനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഏതൊരാളും വന്ന് നമസ്കരിച്ച് മഹാരാജ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇവിടെ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം തെക്കും വടക്കും കടന്ന് ഓടുകയാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കും കേരളത്തിലെ ഭാരതത്തിലെ ആത്മീയ രംഗത്തും പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഒരാളാണ് ഇന്ന് അതിഥി ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട്. സർ നമസ്തേ. നമസ്കാരം. ശ്രീ വളരെ തിരക്ക് പിടിച്ചൊരു സമയത്ത് കിട്ടിയ കുറച്ച് സമയം കേരളത്തിലേക്കൊരു കുംഭമേള വരികയാണ്. അതിൻ്റെ രഥഘോഷയാത്രയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന അങ്ങാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു ആദ്യം അബാക് മീഡിയയുടെ ഭാഗത്തു നിന്ന്. എന്തുകൊണ്ടാണ് ഉടുമൽപേട്ടിൽ നിന്ന് ഈ ഒരു കുംഭമേളയുടെ യാത്രയുടെ ആരംഭം? ഭാരതത്തിൽ മുഴുവൻ ധാരാളം പുഴകളുണ്ടെങ്കിലും ഭാരതപ്പുഴ, ഭാരതത്തിൻ്റെ പേരിലൊരു പുഴ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഭാരതപ്പുഴ ആരംഭിക്കുന്നത് ത്രിമൂർത്തി ഹിൽ എന്ന് പറയുന്ന അനസൂയ അത്രി ഒക്കെ തപസ് ചെയ്തിരുന്ന വൈഷ്ണവ സാന്നിധ്യവും ശൈവ സാന്നിധ്യവും ശാക്ത സാന്നിധ്യമൊക്കെ ഉള്ള ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു, തപസ് ചെയ്തിരുന്ന ഭൂമിയാണ് ത്രിമൂർത്തി ഹില്ല്. ആ ത്രിമൂർത്തി ഹില്ലിൽ നിന്ന് ആണ് ഭാരതപ്പുഴ ആരംഭിക്കുന്നത്. ഭാരതപ്പുഴ ദക്ഷിണ ഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരതപ്പുഴ ആരംഭിക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ മഹാത്രിപുര സുന്ദരിയാണ് ദേവത, തിരുനാവായയും രാജരാജേശ്വരിൻ്റെ മണ്ണാണ്, അവിടുന്ന് തന്നെയായിരിക്കണം അതിൻ്റെ ആരംഭം എന്നുള്ള. എല്ലാ നദികളും ഉത്ഭവിക്കുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ത്രിമൂർത്തി ഹില്ല് എന്ന് തന്നെ നമ്മൾ അതിൻ്റെ രഥയാത്ര ആരംഭിക്കുന്നത്. ഉദുമൽപേട്ട, പൊള്ളാച്ചിക്ക് അടുത്ത് ഉദുമൽപേട്ടയാണ്. തമിഴ്നാട്ടിലെ എല്ലാ ആധീനങ്ങളിലും പെട്ട സന്യാസിമാരൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടുന്ന് ഘോഷയാത്രയായിട്ട് വരുന്ന മഹാമേരു, നമുക്ക് മഹാമേരു കാണാം. മഹാമേരു ഉണ്ട് ഇവിടെ. ആ മഹാമേരു ആണ് രഥയാത്രയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയൊരു സാഗരമായിട്ട് തിരുനാവായ എത്തിച്ചേരുന്നു. ഈ മഹാമക മഹോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കുംഭമേള എന്താണ് കേരളത്തിൽ കുംഭമേളയുടെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി? സത്യത്തിൽ കുംഭമേള എന്ന് ഈ മഹാമകത്തിന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം കുംഭമേള ഹരിദ്വാർ, കാശി, പ്രയാഗ്രാജ്, അതുപോലെ നാസിക്, ഈ 4 സ്ഥലങ്ങളിലാണ്. അതിന് പിന്നൊരു ഐതിഹ്യമുണ്ട്. ദേവാസുരന്മാർ ഈ കുംഭം കൊണ്ടുപോകുന്ന സമയത്ത് 4 അമൃത തുള്ളികൾ വന്ന് വീണു എന്ന് പറയുന്നതാണ്. അതൊരു കഥയാണ്. കഥയിൽ യുക്തിയില്ല. പക്ഷേ അതിനകത്തൊരു യുക്തി ഉള്ളത്, ഭാരതത്തിലെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക സമയത്ത് അതീവമായ ദൈവിക ചൈതന്യം ഉണ്ടാവും. അങ്ങനെ ചൈതന്യം ഉണ്ടാകുന്ന സൂര്യൻ പ്രത്യേക രാശിയിൽ സഞ്ചരിക്കുമ്പം അവിടെ ചൈതന്യം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഇത് 4. ആ സമയത്ത് അവിടെ സ്നാനം ചെയ്താൽ കോടാനുകോടി ജന്മത്തെ പാപങ്ങളില്ലാതാവെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ 4 സ്ഥലത്ത് നടക്കുന്നതിന് മാത്രമേ കുംഭമേള എന്ന് പറയാൻ പാടുള്ളൂ. പക്ഷേ ആ കുംഭമേളയ്ക്ക് സമം നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേരളത്തിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവം. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ഇത് നമ്മളൊരു കുംഭമേള, കേരളത്തിലൊരു ആ കുംഭമേളയ്ക്ക് ഏതാണ്ട് സമമായി നിൽക്കുന്നതായതുകൊണ്ടാണ് ഇതിനെ കേരള കുംഭമേള എന്ന് വിളിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് നമ്മളൊരു വീണ്ടെടുപ്പാണ്. കാരണം അനാദി 200-250 വർഷങ്ങൾക്ക് മുമ്പ് തിരുനാവായ സഭ ജ്ഞാനസഭയായിരുന്നു. ഇന്നിപ്പോൾ PhD ഒക്കെ എടുക്കുന്ന ആൾക്കാർ യൂണിവേഴ്സിറ്റിയിൽ പേപ്പർ അവതരിപ്പിച്ച് ഡിഗ്രി അല്ലെങ്കിൽ PhD കിട്ടുന്നത് പോലെ ഈ മഹാമകത്തിനാണ് പണ്ഡിത സദസ്സിൽ അവർ പേപ്പർ പ്രസൻറ്റ് ചെയ്ത് അത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്, അവർ അംഗീകരിക്കപ്പെടുന്നത്. അതേപോലത്തെ ഒരു വിദ്യുത് സഭ, കാശിയിൽ എങ്ങനെയാണോ വിദ്യുത് സഭ ഉണ്ടായിരുന്നത് അതേപോലെ വിദ്യുത് സഭയായിരുന്നു തിരുനാവായ ഉണ്ടായിരുന്നത്. തിരുനാവായ യോഗം എന്നൊക്കെ പറയുന്ന അന്നത്തെ കാലത്ത് വളരെ പ്രസിദ്ധമാണ്. വലിയ പല ജ്യോതിഷ ഗ്രന്ഥങ്ങളും ഒക്കെ രചിച്ചത്, പബ്ലിഷ് ചെയ്തത് തിരുനാവായ യോഗത്തിലാണ്. തിരുനാവായ യോഗത്തിലെ കാര്യം തർക്കങ്ങളും വാദപ്രതിവാദമൊക്കെ നടന്നിട്ടാണ് പബ്ലിഷ് ചെയ്യുക. അങ്ങനെ പബ്ലിഷ് ചെയ്താൽ അത് ആധികാരികമായ ഗ്രന്ഥമായി. അത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് നമ്മൾക്കാകെ തിരുനാവായ അല്ലെങ്കിൽ മഹാമാഘം എന്ന് പറയുന്നത് മാമാങ്കം, അത് ചുരുങ്ങി മാമാങ്കമായിപ്പോയി.
മാമാങ്കത്തിനെ കുറിച്ച് ആൾക്കാർക്ക് അറിയും. അതിന് മുമ്പ് നടന്നിരുന്ന മഹാമകം എന്ന് പറയുന്ന എല്ലാ പണ്ഡിതന്മാരും, ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സന്യാസിമാരും ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും വന്ന് താമസിച്ചിരുന്ന ആ മഹാമഖത്തിനെ കുറിച്ച്, മാഘമാസത്തിലെ മകനക്ഷത്രം, അതിനെക്കുറിച്ച് ഇന്നാർക്കും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ മാമാങ്കമാണെന്ന് കുംഭമേളയായിട്ട് ആചരിക്കുന്നതെന്ന് തെറ്റിദ്ധാരണയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന മഹാമാഘമാണ്. കേരളത്തെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ രീതിയിൽ ആചരിച്ചതായിരുന്നു. നഷ്ടപ്പെട്ടതാണ്. ആ നഷ്ടപ്പെട്ട ഒരു കാര്യത്തെയാണ് നമ്മൾ വീണ്ടും റിനോവേറ്റ് ചെയ്യുന്നത്. ഒരു വലിയ മാറ്റം തന്നെയാണ്. മാമാങ്കമല്ല, മഹാമാഘമാണ്. അതിലും എത്രയോ അതെ. മാമാങ്കം വളരെ അടുത്ത കാലത്ത് വന്നിരുന്ന, ഒരുപക്ഷെ സാമൂതിരി രാജാവൊക്കെ വന്നപ്പോഴും അതിൻ്റെ ഒരു സ്വഭാവം യുദ്ധമാണ്, വയലൻസ് ആണ്. സാമൂതിരി നിലപാട് തറയിൽ നിൽക്കുന്നു, വള്ളുവനാട്ടിലെ യുവാക്കൾ വെട്ടി ഇദ്ദേഹത്തേക്ക് വരുന്നു, ഒരു മരണപ്പെടുന്നൊക്കെ. ഇതല്ല മെസ്സേജ്, അതല്ലായിരുന്നു നമ്മളെ മെസ്സേജ്. അത് മഹാമകം എന്ന് പറയുന്ന വിദ്യുത് സഭയായിരുന്നു. ഏതാണ്ട് 250 വർഷം മുമ്പ് നിന്ന് പോയ, ഒരുപക്ഷെ സർക്കാർ മാറി വരുന്ന ബ്രിട്ടീഷുകാരൊക്കെ, കാരണം മുഗളന്മാരും ബ്രിട്ടീഷുകാരൊക്കെ അവർ ഭാരതത്തെ ചെയ്ത കാര്യം ഇതുപോലത്തെ വലിയ സഭകൾ ഇല്ലാതാക്കുക, സ്വത്തിന് വേണ്ടിയിട്ടല്ല അവർ ക്ഷേത്രങ്ങൾ ആക്രമിച്ച്. ഇതുപോലത്തെ ആരാധന സമ്പ്രദായങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, നമുക്ക് ശക്തി കേന്ദ്രങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മളെ ശക്തി ഇല്ലാതാവുന്നു. പിന്നീട് നമ്മളെ ഇവിടെ കോളനികൾ സ്ഥാപിക്കാനും ഭരിക്കാനും എളുപ്പമാണ് എന്നറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ നിർത്തപ്പെട്ടതാണ് പല വിദ്യുത് സഭകളും ഇതുപോലത്തെ വലിയ മഹാമഹങ്ങളൊക്കെ. അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് കേവലം ഹിന്ദു സമാജത്തിൻ്റെ അല്ല, ഭാരതത്തിൻ്റെ തന്നെ പരമവൈഭവത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ്. വാർത്താ ചാനലുകളിൽ ഇടയ്ക്ക് കേട്ടു, ഈ മഹാമാഘ മഹോത്സവത്തിന് അനുവാദം നിഷേധിച്ചിരിക്കുന്നു കേരള സർക്കാർ, പ്രതിസന്ധിയിലാണ്, നടക്കില്ല. പിന്നീട് മഹാമണ്ഡലേശ്വർ നേരിട്ട് വന്ന പത്രങ്ങളോട് പറയാണ്, മാധ്യമങ്ങളോട് പറയാണ്, നടത്തിയിരിക്കും, നടക്കും എന്ന് പറയും. ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, പ്രതിസന്ധി തീരെ നിലനിൽക്കുക. ഞാനെപ്പോഴും അതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. കാരണം മഹാമകം തീരുമാനിച്ച് ആകെ കുറച്ച് ഫേസ്ബുക്കിലും കുറച്ച് മീഡിയയിലും മാത്രമേ പ്രമുഖ ചാനലുകൾ ഒന്നും മഹാമകത്തിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ലായിരുന്നു. ആരും ബോധപൂർവം അവഗണിച്ചൊരു പ്രോഗ്രാമായിരുന്നു. അതിന് കേരള സർക്കാർ നമുക്ക് ഫ്രീ ആയിട്ടൊരു പബ്ലിസിറ്റി തന്നു. പിന്നെ അവിടെ പണികൾ നിർത്താൻ പറഞ്ഞു. അതോടുകൂടി ചാനലുകൾ ഏറ്റെടുത്തു. ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്ത് നിന്ന്, ഇവിടെ അമേരിക്കയിൽ ഇവിടെ മാഘത്തിന് വേണ്ടിയിട്ട് കുംഭമേളയ്ക്ക് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇവിടെ വരാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കാനും വേണ്ടിയിട്ട് കാനഡയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഭാരതത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തു നിന്നും വലിയൊരു ഗ്രൂപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റിയതിൽ വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും. ഊർവശി ശാപം ഉപകാരമായി മാറി. ഇതിന്റെ ഒരു പ്രസക്തി എന്താണെന്ന് ആളുകളെ തിരക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഞങ്ങളുടെ തന്നെ സ്ഥിരം പ്രേക്ഷകരുണ്ടല്ലോ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ്, എന്താ രോഹിത് ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്തെ എന്ന് ചോദിച്ചു. ഇപ്പൊ മഹാമണ്ഡലേശ്വറിന്റെ ഇന്റർവ്യൂവിന് ഞാൻ അങ്ങോട്ടും ചോദിച്ചാണ്, അദ്ദേഹം തിരക്കിലാണ്. അപ്പോൾ എന്താ രോഹിത് നിങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാത്തെ? അപ്പൊ ഇന്നലെയാണ് എനിക്ക് വ്യാസനെ കിട്ടി. വ്യാസനോട് ഞാൻ അല്പം കാര്യങ്ങൾ ചോദിച്ചു. ഇന്ന് അങ്ങേ ഏറ്റവും അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് മഹാമണ്ഡലേശ്വറിന്റെ ഒരു ധൈര്യം തന്നെയാണ്. ഞാൻ ഇന്ന് അദ്ദേഹത്തെ രാവിലെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ആ ഒരു വലിയ ആശങ്ക ഉണ്ടായ സമയത്ത് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് ഇവിടെ നടക്കും, ധൈര്യമായിട്ട് നടക്കുമെന്ന് പറഞ്ഞൊരു ധൈര്യം. ഞാൻ വെച്ചാൽ എങ്ങനെയാണ് പറയാൻ പറ്റിയത്? കാരണം അവർ തന്നില്ല, എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞത്, സന്യാസിമാർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല, ചെയ്യുന്നത് മുഴുവൻ സമാജത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ആ സമാജത്തിന് വേണ്ടി ഒരു തീരുമാനം എടുത്താൽ അത് നടക്കും. അങ്ങനെ തീരുമാനം എടുത്താൽ നടക്കും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ധൈര്യം. അതെ, എന്തായാലും ഈ തിരുനാവായിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് എനിക്കൊന്ന് രഥയാത്ര ആരംഭിക്കുമ്പോൾ മുതൽ സംഭവിക്കുന്നു. 18-ാം തീയതി രഥയാത്ര ആരംഭിക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്നാണ് ജനങ്ങൾക്കറിയാൻ വേണ്ടി, ജനങ്ങളോടാണ് എങ്ങനെയാണ് തിരുനാവായിലെത്തി കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്, എന്തൊക്കെ കർമ്മങ്ങളിലാണ് പങ്കെടുക്കേണ്ടത്? ഈ ഒരു മഹാമകത്തിൻ്റെ പ്രത്യേകത, 19-ാം തീയതി രാവിലെയാണ് ഉദമൽപേട്ടയിൽ നിന്ന് രഥം ആരംഭിക്കുന്നത്. അത് തമിഴ്നാട്ടിലെ വിവിധ ആധീനങ്ങൾ സന്ദർശിച്ച് 19-ഉം 20-ഉം കോയമ്പത്തൂരും എട്ടിമടയിലും കഴിഞ്ഞ് 20-ാം തീയതി 21-ാം തീയതി രാവിലെ കേരളത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ 22-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി തിരുനാവായ, അവിടെയും 3 മൂർത്തികളുണ്ട്. ആ 3 മൂർത്തികളുടെ ബിന്ദുസ്ഥാനം, അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന ബിന്ദുസ്ഥാനാണ്. അവിടെയാണ് മഹാമേരു പ്രതിഷ്ഠിക്കുന്നത്. ആ മഹാമേരു അതിന് മുമ്പേ അവിടെ കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട്. ആ 22-ാം തീയതി മുതൽ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ 18-ാം തീയതി വരുന്ന മൗനി അമാവാസി മുതൽ, അത് പിതൃക്കളുടെ ഇതിന് വളരെ നല്ലതാണ്. പിന്നീട് വരുന്ന ചതുർത്ഥി, ഗണേശ ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, അതുപോലെ നമ്മളുടെ വിഷ്ണു സഹസ്രം ഉണ്ടായിരുന്ന ഭീഷ്മ സപ്തമി, രക്തസപ്തമി, ഭീഷ്മ അഷ്ടമി, നന്ദ നവമി,
ദശമി തുടങ്ങി എല്ലാ ദിവസങ്ങളും പ്രാധാന്യമുള്ളതാണ്. ദശമഹാവിദ്യകൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ മാഘത്തിലെ മകം എന്ന് പറയുന്നത്. ഇത് നമ്മൾ നവരാത്രികൾ പലപ്പോഴും നമ്മൾ വിജയദശമി ആ നവരാത്രി മാത്രമേ അറിയാറുള്ളൂ. ഇതും ഒരു നവരാത്രിയാണ്. വളരെ ശ്രേഷ്ഠമായ ഉപാസനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നവരാത്രിയാണ്. ഇതിലെ പ്രത്യേകത എല്ലാ ദിവസങ്ങളും പുണ്യ ദിവസങ്ങളാണ്. എല്ലാ ദിവസവും സ്നാനമുണ്ട്. അവിടെ അഖണ്ഡനാമ ജപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും ഹിമാലയത്തു നിന്നും പല ഭാഗത്തു നിന്നും സന്യാസിമാർ വന്ന് ഇരിക്കുന്നുണ്ട്. അവരുടെ യതിപൂജ ചെയ്യാം, അവരുടെ അനുഗ്രഹം വാങ്ങിക്കാം. നിരന്തരം യാഗങ്ങളും ഹോമങ്ങളും ജപങ്ങളും ഓരോ കേരളത്തിലെ സാമ്പ്രദായികമായ ഗുരുശിഷ്യന്മാരൊക്കെ അവിടെ വന്ന് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്രദേശത്ത് വന്നു പോകുക എന്നുള്ളത് തന്നെ നമുക്കൊരു പുണ്യമാണ്. ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സ്നാനത്തിനുള്ള സൗകര്യമുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ കാശിയിൽ മാത്രം കാണുന്ന കാശിയിൽ ആരതി, ആ കാശിയിൽ ആരാണോ ആരതി ചെയ്യുന്നത് അവർ തന്നെ വന്ന് ആ യൂണിഫോമിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് അതൊരു മഹാകാഴ്ചയായിരിക്കും. അതൊരു കേരളം കാണാനിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒരു കാശിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദക്ഷിണ കാശി റിയൽ കാശിയെ മാറുന്ന കാണാൻ പറ്റും. ഇതൊരു ഒരുപാട് മുന്നൊരുക്കങ്ങൾ വേണ്ടുന്ന ഒരു പദ്ധതിയാണ്. ഇതിനുള്ളൊരു സംഘടന ശേഷിയൊക്കെ എങ്ങനെയാണ് മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിൽ? മഹാമണ്ഡലേശ്വരനെ സംബന്ധിച്ച് പ്രയാഗ്രാജ് കുംഭമേള ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു പോയ കുംഭമേള കോർഡിനേറ്റ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ മഹാമണ്ഡലേശ്വരൻ. അദ്ദേഹത്തിന് പക്ഷെ അവിടെയുള്ള പ്രത്യേകത, അവിടെ ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ മഹാമണ്ഡലേശ്വരം എന്ന് പറയുന്നത് അവിടെ വലിയ സ്ഥാനമാണ്. അതെ, ഈവൻ നമ്മൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ വലിയൊരു സ്ഥാനമാണ് മഹാമണ്ഡലേശ്വരന് ഉത്തരഭാരതത്തിൽ. അവിടെ മഹാമണ്ഡലേശ്വരം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഏതൊരാളും വന്ന് നമസ്കരിച്ച് മഹാരാജ് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. പറഞ്ഞാൽ മതി ചെയ്യും. ഇവിടെ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം തെക്കും വടക്കും കടന്ന് ഓടുകയാണ്. രാത്രിയും പകലും ഇല്ലാതെ ഓടുകയാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ആ വലിയ പരിചയം ഇത്രയും വലിയ പ്രയാഗ്രാജിലെ, കാരണം ധാരാളം കുംഭമേളകൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരു മലയാളി പ്രാതിനിധ്യം കൂടുതലുണ്ടായിരുന്നത് പ്രയാഗ്രാജ് കുംഭമേള. ഉറപ്പായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ട്രെയിന് കിട്ടാണ്ട് ഫ്ലൈറ്റിന് റേറ്റ് കൂടിയപ്പോൾ ബസ് വിളിച്ച് പോയിട്ടുണ്ട്. ഇവിടുന്ന് കോഴിക്കോട് നിന്നൊക്കെ ബസ് പോയിട്ടുണ്ട് ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട്. ആ കാലഘട്ടത്തിൽ രണ്ടുപേര് കണ്ടാൽ നമ്മൾ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ് അല്ല പറയാം, കാണേണ്ട സമയത്ത് കുംഭമേളയ്ക്ക് പോയോ എന്നാണ് ചോദിക്കുക. ആ രീതിയിൽ കുംഭമേളയ്ക്ക് പോയില്ലെങ്കിൽ എന്തോ ഒരു മോശമാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയത്. സോഷ്യൽ മീഡിയേൻ്റെ ഒരു വലിയ പ്രാധാന്യം സോഷ്യൽ മീഡിയ ആണ് താരം. പക്ഷേ അതിന് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് കേരളത്തിൽ നിന്നൊരു മഹാമണ്ഡലേശ്വരം ഉണ്ടായി. അല്ലെങ്കിലും കേരളത്തിൽ 2020 ഹരിദ്വാർ കുംഭമേളയിൽ കേരളത്തിലേക്ക് അഖാഡകൾ കൊണ്ടുവരണമെന്നും പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനമായതാണ്. അതിനുവേണ്ടി നേരത്തെ കേരളത്തിൽ പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മഹാമണ്ഡലേശ്വരം ആവുന്നതിന് മുമ്പ് ഇവിടെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ട് പക്ഷെ നടന്നില്ല ഇവിടെ. അതുകൊണ്ടാണ് ഈശ്വരേച്ഛ കൊണ്ട് ജൂന അഖാഡ തന്നെ കേരളത്തിലൊരു മഹാമണ്ഡലേശ്വരി വേണം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഭാഗ്യം പോലെ മഹാമണ്ഡലേശ്വരനെ അവരോധിക്കുകയും അതിൻ്റെ പ്രവർത്തനം ഇത്ര പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് ഇത്രയും ആവേശത്തിൽ വരുന്ന ഞാൻ കരുതിയിട്ടില്ല. സത്യത്തിൽ ഇതൊരു എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഒരു മാഘ മഹോത്സവം നടത്താനുള്ള ഒരു മീറ്റിംഗ് വിളിച്ച് ചേർക്കുകയും പിന്നീട് അത് ലോകം ഏറ്റെടുക്കുകയും ചെയ്തു. പല ആൾക്കാരും ഏറ്റെടുത്ത് ആ പരിപാടി വലുതായി. അങ്ങനെ ഇന്ന് വളരെ വലിയൊരു പ്രതീക്ഷയോട് കൂടി ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. ചുരുങ്ങിയ ദിവസം, ആ ദിവസം കൊണ്ട് അവിടെ സജീവമായി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന എല്ലാ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമല്ല എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഉത്തർപ്രദേശ് സർക്കാരിന് കുംഭമേള ഉണ്ടാക്കി കൊടുത്തൊരു വലിയ വരുമാനമുണ്ട്. അവർക്ക് അടുത്തൊരു 5 വർഷക്കാലം ഒന്നും ചെയ്യാതെ പ്രവർത്തിക്കാനുള്ള വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധ്യത എന്തുകൊണ്ട്, ഈ സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ സാധ്യത എന്തുകൊണ്ട് കേരള സർക്കാർ കാണാതെ പോകും? കേരള സർക്കാരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം ഇവിടെ ഒരു കുംഭമേള നടക്കുമ്പം ശബരിമല ആണല്ലോ കേരളത്തിൻ്റെ ഒരു വലിയ സോഴ്സ്. ഞാൻ അതിനകത്ത് ഒന്ന് ഇടപെട്ടോട്ടെ. ഈ എല്ലാത്തിനെയും ബിസിനസ്സായി കാണുന്ന KV ഗണേഷ് കുമാർ പോലും ഇതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. KSRTCക്ക് വലിയൊരു സാധ്യത അതിലുണ്ടായിരുന്നു. KSRTCക്ക് നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. KSRTC ബസ് പ്രത്യേക കുംഭമേള സ്പെഷ്യൽ ബസ് വെക്കും തന്നെയാണ് നമ്മളെ വിചാരിക്കുന്നത്. ആ തരത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് തിരുനാവായക്ക് എത്ര കോടി രൂപ വരും അവിടുത്തെ ബിസിനസ്സുകാർ? ഇപ്പോഴും അവിടെ ഹോട്ടൽ കിട്ടാനില്ല. ഇന്നിപ്പോൾ ബോംബെയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് ഈ പ്രദേശത്തും ഗുരുവായൂർ വരെ ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ റേഡിയസിൽ ഒറ്റ സ്ഥലത്ത് ഹോട്ടൽ കിട്ടാനില്ല. അവിടെ എല്ലാം ബുക്ക്ഡാണ്. ഇപ്പോഴേ ബുക്കിങ്ങായി. ട്രെയിനിൽ ടിക്കറ്റില്ല, ഫ്ലൈറ്റിൽ ടിക്കറ്റില്ല, ഫുൾ ബുക്കായി. ആ തരത്തിൽ അവിടെ എത്ര ആൾക്കാർ വന്നു പോകും? ഇത് കേരള സർക്കാർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എത്ര വലിയൊരു എന്താ പറയുക, എത്ര വരുമാനമാണ് വന്നിരുന്നത്. ആ രീതി ചിന്തിക്കുന്നില്ല എന്നൊന്നും. ഉറപ്പായും അത് വരും കാലങ്ങളിൽ സർക്കാരുകൾ അത് ഏറ്റെടുക്കും. ഇതെന്തായാലും എല്ലാ വർഷവും ശബരിമല എതിർത്ത സർക്കാർ പിന്നീട് അവിടെ അയ്യപ്പ
ഇത് നടത്തിയല്ലോ, സംഘം നടത്തിയല്ലോ. അതേപോലെ 2-3 വർഷം കഴിഞ്ഞാൽ സന്യാസി സംഗമം തിരുനാവായ നടത്തും നമ്മൾ പ്രതീക്ഷിക്കാം. ഈ വർഷത്തെ ആ വലിയ സാധ്യത അടുത്ത തവണ വരുന്ന സർക്കാർ ആരായാലും ഏത് പാർട്ടി ആയാലും അവരത് കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ഭക്തജനങ്ങളോട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, വ്രതശുദ്ധി വേണമോ, എന്താണ്? അല്ല, കുംഭമേളയ്ക്ക് നമുക്ക് അങ്ങനെ എല്ലാവർക്കും വരാം എന്നുള്ളതാണ്. പിന്നെ അന്ന് ശ്രദ്ധിക്കേണ്ടത്, അവിടെ വളരെ ചെറിയ പരിമിതമായ സ്ഥലമാണ്. പക്ഷെ നമുക്ക് പാലം കെട്ടിക്കഴിഞ്ഞാൽ മണൽപ്പുറം എന്ന് പറയുന്ന വളരെ വിശാലമായ മണപ്പുറമാണ്. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധയോടുകൂടി വരിക, ഒരു അച്ചടക്കത്തോടുകൂടി വരിക. താമസ സൗകര്യം അവിടെ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. രാവിലെ വന്ന് വൈകുന്നേരം പോകുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ, ഇപ്പം നമ്മൾ അവിടുത്തെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് ഓരോ വീട്ടിൽ ആൾക്കാർക്ക് സൗകര്യം ചെയ്യാനൊക്കെ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ആ വരുന്ന ജനത്തെ സംബന്ധിച്ച് വളരെ ചെറുതാണ്. കാരണം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ വരും എന്ന് ഇൻ്റലിജൻസ് വരെ പറയുന്നു. ഇത്രയും ആൾക്കാർ നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഡെയിലി ഒരു 5000-10,000 ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം ആ ഒരു ഇതിനൊക്കെ സർക്കാർ സെക്യൂരിറ്റി തരികയും സഹായിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ തലത്തിൽ ചെറിയൊരു സമയം കൊണ്ട് അവിടുത്തെ സംഘടന മഹാമണ്ഡലേശ്വരം അടക്കമുള്ളവർ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട് അവിടെ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇന്ന് ഹിന്ദു സംഘടനകൾ മുഴുവൻ അതിന് പിന്നിലുണ്ട്. ദിവസങ്ങളോളമായിട്ട് അവിടെ ആൾക്കാർ, ഇന്നും ഞാൻ രാവിലെ പോയ സമയത്ത് ഒരുവിധം എല്ലാ സംഘടനകളും ആൾക്കാരും വന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന തരത്തിലെത്തിയിട്ടുണ്ട്. അപ്പം വലിയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു സംഘം തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നടക്കും. അതൊരു അനുഭവമാണ്. എന്തായാലും ആദ്യ ദിവസങ്ങളിലെ അവിടുത്തെ ജനസഞ്ചയം കാണുമ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളുടെയും ക്യാമറ കണ്ണുകൾ അവിടേക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. പറ്റുന്ന വിശേഷങ്ങൾ എത്തിക്കാൻ ഞങ്ങളും ഒക്കുന്ന ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകും. എന്തായാലും ഞാൻ അങ്ങയുടെ ഒരുപാട് സമയം എടുക്കുന്നില്ല. എനിക്ക് ആ മഹാമേരു കൂടി പരിചയപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ശ്രീനാഥ്ജിയുടെ ഇന്റർവ്യൂ പലരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് തവണ നമ്മുടെ രണ്ടുപേരുടെയും സമയം തെറ്റിയതുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ കുംഭമേളയ്ക്ക് ശേഷം, അല്ല, മഹാമഹ മഹോത്സവത്തിന് ശേഷം കേരളത്തിന്റെ കുംഭമേളയാണ് കുംഭമേള എന്ന് പറയാൻ പറ്റും ഉറപ്പായിട്ടും. അപ്പോൾ മഹാമേരു കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അപ്പം കേരളത്തിന്റെ കുംഭമേളയിൽ കഴിയുന്ന ആളുകൾ എത്തിച്ചേരുക. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ബാക്ക് മീഡിയയിലൂടെ തന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. താങ്ക് യു.